ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി കോംബോ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിലോ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലൻ കോംബോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഏകദേശം ഒരു 12-13 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതായതുകൊണ്ട് ഒരെണ്ണം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് പേസ്റ്റാക്കിയിട്ട് അരക്കരുതേ, ഒന്ന് ചതച്ചെടുക്കുക ഈ ഒരു രീതിയിൽ. അതവിടെ മാറ്റി വെക്കുക കേട്ടോ ഒരു ബൗളിലേക്ക്. ഇനിയിപ്പോൾ ഈ ഒരു സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യുമിൻ സീഡ് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അരയരുത്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പത്തിരി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായ സമയത്ത് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുക, അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ എല്ലാ സൈഡിൽ നിന്ന് വെട്ടി തിളച്ച് വന്നാൽ മാത്രമാണ് ഇതിലേക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് തിളച്ച് വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത്. നമ്മൾ പത്തിരിപ്പൊടി ഇല്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, നമ്മളിപ്പോൾ 3 കപ്പ് വെള്ളമല്ല ഒഴിച്ചത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം 3 കപ്പ് ഒഴിച്ചത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നല്ലപോലെ പൊടിയൊന്ന് വാട്ടിയെടുക്കുക. അതായത് നമ്മൾ പത്തിരിക്ക് ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൻ്റെ എല്ലാ സൈഡിലും പൊടിയെത്തി ആ ഒരു പൊടിയിലേക്ക് നനവ് എത്തിക്കിട്ടണം കേട്ടോ. എല്ലാ സൈഡിലും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാ സൈഡിലായിട്ട് വെള്ളം എത്തിയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇവിടെ അടച്ച് വെക്കുക കേട്ടോ. ഒരു 5-8 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ചൂടാവുമല്ലോ, ആ ഒരു സമയത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ രീതിയിൽ ചൂടൊന്ന് കമ്മിയായതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തണുക്കരുത് കേട്ടോ. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തിരി നന്നായിട്ട് കിട്ടില്ല. നമ്മൾ പത്തിരിക്ക് ചെയ്തെടുക്കുന്ന പോലെ നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കരിഞ്ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ള് ഏതാണോ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക. കരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്, നല്ല കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങയുടെ അരപ്പൊന്നും ഒതുക്കി വെച്ചില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൈ തൊടുന്ന സമയത്ത് ചൂടുണ്ടാവും, എന്നാലും പതുക്കെ പതുക്കെ നോക്കി നോക്കി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ചൂട്ടിൽ കുഴച്ചാലാണ് നമുക്ക് പത്തിരി നല്ല അടിപൊളി ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ബലത്തിൽ കുഴക്കേണ്ട പരിപാടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതിപ്പം വലിയ മാവല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പകുതിയായിട്ട് പരത്താനുള്ള എളുപ്പത്തിന് അങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കി ഒരു പീസ് ഞാൻ അവിടെ ഇതുപോലെ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അത് ഈ ചൂടൊക്കെ തണുത്തു പോകും. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതവിടെ കവർ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു പീസ് ഇതുപോലെ പരത്തിയെടുക്കാം. പിന്നെ പൊരിച്ച പത്തിരി പരത്തിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ നേരിയതായിട്ട് പരത്തിയെടുക്കരുത്. ചെറിയൊരു കട്ടിയിൽ, പിന്നെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചിലവർക്ക് ചെറിയതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് വലുപ്പമുള്ളതായിരിക്കും ഇഷ്ടം. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ചൊരു കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലൊരു കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേറ്റോ അടപ്പോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കട്ടെ ഷേപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ, ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടികളും നല്ല സിമ്പിളുമാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്താ മൊത്തത്തിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് വേസ്റ്റ് ആവുകയേ ചെയ്യേണ്ട കേട്ടോ. നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്യുന്ന സൈഡ് പാർട്ടൊക്കെ വീണ്ടും വീണ്ടും പരത്തിയെടുക്കട്ടെ. മൊത്തത്തിൽ ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയുള്ളൂ. ഞാനിത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഒന്നോ രണ്ടെണ്ണോ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് ടൈം അങ്ങനെ കുക്കിംഗ് ടൈമൊന്നും ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ വാട്ടിയിട്ടല്ലേ ചെയ്തിട്ടുള്ളത് പത്തിരി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഇതുപോലെ കണ്ടിന്യൂസ് ആയി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓവർ വലുപ്പം ഇല്ലാത്ത സൈസിലാണ് ചെയ്തത്. കട്ടിയുണ്ട്, പക്ഷെ വലുപ്പം ഓവറായിട്ട് വട്ടത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ തനിയെ കഴിക്കാനും അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഇതിപ്പോൾ കോംബോ ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു പെപ്പർ ബീഫ് കറിയുടെ റെസിപ്പിയും കൂടി കാണിക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് എടുക്കുന്ന സമയത്ത് എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് തന്നെ എടുക്കുക കേട്ടോ. ബോൺലെസ്സിനെ കാണും ഇങ്ങനത്തെ പീസാകുമ്പോൾ ഒന്നുകൂടി കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 3 മീഡിയം വലുപ്പമുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേവിക്കുന്ന സമയത്ത് ഇത് മാത്രം ചേർത്താൽ മതി കേട്ടോ, വേറെ ഇനി ഒന്നും ചേർക്കേണ്ട. എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരിടി കൊടുക്കുക കേട്ടോ. ആ ഒരു സവാളയും ബീഫൊക്കെ കൂടി ഞെരിടിയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരുമല്ലോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ വാങ്ങിക്കുന്ന ബീഫിൻ്റെ വേവ് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, അതിനനുസരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ബീഫ് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2.5-3 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റും ഫ്ലേവറും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം പെപ്പർ ബീഫാണല്ലോ ചെയ്യുന്നത്, അത്യാവശ്യം വേണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് ഫെന്നൽ സീഡ് പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ഏകദേശം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടുകയും ചെയ്യും, പക്ഷെ നല്ലൊരു മണം വരും കേട്ടോ ഒരു പൊടികളൊന്ന് ചൂടായി വറന്ന് വരുന്ന സമയത്ത്. അതുവരെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കണേ. അങ്ങനെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട് പൊടി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഈ ഒരു പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പാൻ നല്ല ചൂടായി കിടക്കില്ല, അപ്പോൾ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതവിടെ മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് നോക്കി അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ അടിയിൽ പിടിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫ് പെപ്പർ ഇങ്ങനെ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പകരം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പെപ്പർ കറിയിലൊക്കെ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ കറിവേപ്പില ഒന്നങ്ങ് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 12-13 ചെറിയ ഉള്ളിയും കൂടി സ്ലൈസ് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലപോലെ വാടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം അത്യാവശ്യം നന്നായിട്ട് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ അതിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുകയും വേണ്ടത്. പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഒരുപാട് കൂടെ ഉണ്ട്. എല്ലാം കൂടി ചതച്ചിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ വാടിയെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നന്നായിട്ട് വാടി വന്നതിന് ശേഷം 2 ചെറിയ സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് തക്കാളിയും അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. കണ്ടില്ല, നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടില്ല വറുത്ത് വെച്ച പൊടികളില്ലേ, ആ പൊടികൾ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പൊടികൾ ഇട്ടിട്ട് വീണ്ടും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് കളറൊക്കെ ഒന്ന് കണ്ടില്ലേ, മാറി വന്നിട്ടില്ലേ, ഇത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ, അത് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു കുക്കറിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സമയത്ത് നമ്മളിനി എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഓൾറെഡി ബീഫിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം എത്രത്തോളം വേണം അതും കൂടി ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കളറൊക്കെ ഒന്നും മാറി വന്നിട്ടില്ല, പൊടികളൊക്കെ മിക്സ് ആയതിന് ശേഷം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് ഇട്ടിട്ട് ഫ്ലെയിം ഓവർ കൂട്ടി വെക്കരുത്, അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലായിട്ട്. എന്നിട്ട് ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീഫിലേക്കും കൂടി നമ്മൾ പൊടികളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ പിടിച്ച് കിട്ടുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ, 2-3 മിനിറ്റ്. അപ്പോൾ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ബീഫ് പെപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും പരിപാടിയുള്ളൂ. പിന്നെ ഗ്രേവി നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തീരുമാനിക്കുക. അതായത് നിങ്ങൾ എന്താണോ കൂട്ടി കഴിക്കാൻ, ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട് റെഡിയാക്കാം. എല്ലാ ഓവർ ഗ്രേവി വേണ്ടാത്ത ഐറ്റംസ് നിങ്ങൾ സൈഡായിട്ട് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തിക്കായിട്ട് കുറച്ച് വരട്ടി എടുത്താൽ മതി കേട്ടോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെയുള്ളൊരു സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ ചിക്കൻ വേർഷൻ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, വൈറൽ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിൾ കോംബോ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്